ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 1 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കാന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് എക്സാമിൽ ഇനി പാസ്സാവോ ഇല്ലയോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന കാഫ്കനെയാണ്. ഹേയ് കാഫ്ക, റെയ്നോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറയാണ് ഒരാൾ. അത് അവരുടെ എക്സാം റിസൾട്ട് ആണ്. സോ അതിലെന്തായിരിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും അത് തുറക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്റെ അവസാനത്തെ ചാൻസ്, ഇതിലെങ്കിലും എനിക്ക് അവരുടെ കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കാഫ്ക ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എക്സാമിൽ പാസ്സായവരെല്ലാം ഡിഫൻസ് ഫോഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് വരുന്നതാണ്. പുതുതായിട്ട് വന്നവർക്കുള്ള ഒരു ഓപ്പൺ സെറമണിയാണ് അത്. എക്സാം എഴുതിയ ഒട്ടുമിക്ക എല്ലാവരും പാസ്സായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സിനോമിയെ മാത്രം അവിടെ കാണാനില്ല. എന്തുപറ്റി? അവൾ ഫെയിലായെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവൾ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോഴാണ് ഷിനോമിയ അങ്ങോട്ട് വരുന്നത്. ഇഗ്രു, ഷിനോമിയ, നിങ്ങൾക്കാണ് ഇപ്രാവശ്യം ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡി അങ്ങോട്ട് വരുന്നു. നിനക്കൊരു കാര്യം അറിയോ? അവളാണ് ഫസ്റ്റ് റാങ്കിലുള്ളത്. തീർച്ചയായിട്ടും സെക്കൻഡ് റാങ്കിൽ അത് ഞാനായിരിക്കും. ഓ അങ്ങനെയാണോ? എന്നാ ഫിറ്റ്നസ് ടെസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് അത് ഞാൻ തന്നെയായിരിക്കും. നീ എപ്പോഴും 2ാം സ്ഥാനം ആവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അത് ഫസ്റ്റ് റാങ്ക് ആവാനാ എന്ന് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു. ഇതേ സമയമാണ് ഫുറുഹാഷി റെനോയെ ഇടിക്കുന്നത്. നീയോ? നീ ആ വലിയ ആളുടെ കൂടെ നടക്കുന്നതല്ലേ? അതെ, എന്റെ പേര് റെനോ ഇച്ചിക്കാവ. ഓ, പേരിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനെ ആളുകളുടെ പേരൊന്നും ഓർമ്മിച്ചു വെക്കാറില്ല. എന്റെ പേര് എഹ്റോ ഫുറുഹാഷി. അതൊക്കെ പോട്ടെ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെവിടെ എന്ന് ചോദിക്കാണ് ഫുറുഹാഷി. ഇതേ സമയമാണ് ക്യാപ്റ്റൻ മീന അങ്ങോട്ട് വരുന്നത്. അവൾ വരുന്നത് കണ്ട് എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ഇതേ സമയമാണ് പരിപാടിയെല്ലാം ആരംഭിക്കുന്നത്. എല്ലാവരും അവരുടെ പൊസിഷനിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോ നടന്ന എക്സാമിൽ ഷിനോമിയെ ഫസ്റ്റ് റാങ്ക് വാങ്ങിയതുകൊണ്ട് ഇവളുടെ എല്ലാം ലീഡറായിട്ട് അവളെയാണ് നിയമിച്ചിട്ടുള്ളത്. സോ ക്യാപ്റ്റൻ മീന അവളെ സ്റ്റേജിലോട്ട് വിളിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവിടെ ഇരിക്കുന്ന 27 പേരും ഡിഫൻസ് ഫോഴ്സ് ഓഫീസറായിട്ട് പദവി ഏൽക്കാൻ പോവുകയാണ് എന്ന് പറയുവാണ് ക്യാപ്റ്റൻ മീന. എക്സാമിൽ നടന്ന ആ സംഭവത്തിൽ നീ ഒരുപാട് പേരെ രക്ഷിച്ചു, അതിനൊരുപാട് നന്ദിയുണ്ട് കീഗുറു എന്ന് പറയുവാണ് മീന. ഇത് കേട്ട് കീഗുറു ഒന്ന് ആലോചിക്കുവാണ്. അവരെ രക്ഷിച്ചത് ഞാനല്ല, കാഫ്ക ഹിബിനോ ആണ്. അവരോട് വേണം നിങ്ങൾ നന്ദി പറയാൻ എന്ന് മനസ്സിൽ ചിന്തിച്ച് കാഫ്ക എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കീഗുറു. ആ കൈജുവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുക മാത്രമല്ല അവർ ചെയ്തത്, എന്നെ ഒരു കുട്ടിയെ പോലെ നോക്കി. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അവരെങ്ങനെ ഒരു കൈജു ആയെന്ന്. പക്ഷെ അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് ഷിനോമിയ പറയുന്ന സമയത്താണ് എക്സ്ക്യൂസ് മീ, ഇങ്ങനെ ഇടയിൽ കയറുന്നതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാഫ്ക അങ്ങോട്ട് വരുന്നതാ. ഇത് കണ്ട് ഷിനോമിയക്കും അവിടെയുള്ള എല്ലാവർക്കും സന്തോഷാവുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ആക്ച്വലി കാഫ്ക എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവനെ പുറത്താക്കാൻ പറയുന്ന സമയത്ത് കാഫ്ക എന്നെന്തോ പറയാൻ വേണ്ടി വരുവാണ് മീന. പെട്ടെന്നാണ് വൈസ് ക്യാപ്റ്റൻ ഹോഷിന. അവന്റെ സ്കോർ എല്ലാം വളരെയധികം കുറവാണെന്നുള്ള കാര്യം സത്യമാണ്. ഓഫീസർ ആവാനുള്ള യാതൊരുവിധ ക്വാളിറ്റിയും അവനില്ല. പക്ഷെ കഴിഞ്ഞ എക്സാമിൽ കൈജൂസിന്റെ എല്ലാ വീക്ക്നെസ്സും അവന് അറിയാമായിരുന്നു. അതുപയോഗിച്ച് മറ്റുള്ളവരെ അവൻ സഹായിച്ചു. എത്ര പേർ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. മാത്രമല്ല അവന്റെ സംസാരം കേൾക്കാൻ നല്ല രസമാ. അവനെ മുഴുവനായിട്ടും ഒരു ഓഫീസറായി തിരഞ്ഞെടുക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ അവനെ ഒരു ട്രെയിനി ആയിട്ട് സെലക്ട് ചെയ്ത് അവന് വേണ്ട ട്രെയിനിങ് ഞാൻ കൊടുക്കും. സോ ഒരു ഓഫീസറായിട്ടല്ല അവനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു ട്രെയിനി ആയിട്ടാണ് അവനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിൽ എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. കുറച്ചു നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൈജസ് എല്ലാം അതിനു മുൻപ് കണ്ടിരുന്ന കൈജസിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. പിന്നെ ഇപ്പോ ആദ്യമായിട്ട് മരിച്ചുപോയ എല്ലാ കൈജസും ജീവനോടെ വരുന്നതും നമ്മൾ കണ്ടു. സോ ഇനി മുന്നോട്ടുള്ള മിഷൻസ് എല്ലാം തന്നെ വളരെയധികം ഡേഞ്ചറസ് ആയിരിക്കും. ഒരുപക്ഷെ ആദ്യത്തെ മിഷനിൽ തന്നെ നിങ്ങളിൽ പലർക്കും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്നാലും എല്ലാ മിഷനിലും നിങ്ങളുടെ 100% കൊടുത്ത് നിങ്ങൾ പോരാടണം. ഒരു ആയുധമായിട്ടും ഒരു ഷീൽഡായിട്ടും ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്ന് മീന പറയുന്നത് കേട്ട് മോട്ടിവേറ്റ് ആയ കാഫ്ക ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും മീന എന്ന് വിളിച്ച് പറയുന്നു. നീ എന്ത് ചെയ്യുന്നേ? ക്യാപ്റ്റനെ അവളുടെ പേര് വിളിക്കുന്നോ? അപ്പോഴാണ് കാഫ്കയ്ക്ക് മണ്ടത്തരം മനസ്സിലാവുന്നത്. ഇത് കേട്ട് മീന കാഫ്ക ഹിബിനോ, നിങ്ങളുടെ സീനിയറിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ട് 100 പുഷപ്സ് അത് നിങ്ങൾ എടുത്തിരിക്കണം. അതാണ് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് എന്ന് ഇത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. ഇതേ സമയം ക്യാപ്റ്റൻ മീൻ അവിടെ നിന്നും പോകുന്നു. ഇവൻ ഇപ്പോഴല്ലേ ഈ റൂമിനകത്തോട്ട് വന്നേ? അതിനു മുൻപ് തന്നെ അവൻ കോമഡി കാണിക്കാൻ തുടങ്ങിയോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവൻ നന്നായിട്ട് കോമഡി ചെയ്യുമെന്ന്. ചില സമയങ്ങളിൽ എല്ലാവരും ജോലിയുടെ ടെൻഷനിൽ വളരെയധികം സ്ട്രെസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇവനെ പോലെ ഒരുത്തനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എന്റർടൈൻമെന്റ് ആവും. പക്ഷെ ഇവന് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മരിച്ചുപോയ കൈജൂസ് എല്ലാം തിരിച്ച് ജീവനോടെ വരുന്ന സമയത്ത് 9.8 അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കൈജു പ്രത്യക്ഷപ്പെട്ടു. ആ സിഗ്നൽ വന്ന അതേ സമയത്ത് ഒരാളെ ട്രാക്ക് ചെയ്യുന്ന മുഴുവൻ ഡിവൈസും ഓഫായി. അത് കാഫ്ക ഹിബിനോടേതായിരുന്നു. ഈ പുറമേ നിന്ന് കാണുന്നതല്ല,
ഇവന് മറ്റൊരു മുഖം കൂടിയുണ്ട്, അതെന്താണെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയാണ് വൈസ് ക്യാപ്റ്റൻ. ഇതേ സമയം തന്നെ കാഫ്ക അവിടെ മുക്കി മുക്കി എങ്ങനെയൊക്കെയോ 100 പുഷപ്സ് എടുക്കുന്നു. ഇതേ സമയം ഷിനോമിയ കാഫ്കയെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിക്കുന്നു. അങ്ങനെ അവർ ഒരു കഫേയിലോട്ട് പോകുന്നു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കാഫ്ക ഷിനോമിയോട് പറയുന്നു. എന്ത്, ഒരു കൈജുവിനെ കഴിച്ചതുകൊണ്ട് നിങ്ങളൊരു കൈജുവായി മാറിയെന്നോ? ഞാനത് വേണോന്ന് വെച്ച് തിന്നൊന്നുമല്ല. രണ്ടുപേരും കൂടി ഒന്ന് നിർത്തുവോ, ആളുകൾ ശ്രദ്ധിക്കും എന്ന് റീനോയും പറയുന്നു. ഈ കാര്യം ഞാൻ ഡിഫൻസ് ഫോഴ്സിനോട് പറഞ്ഞ എന്നെ പഴയതുപോലെ ആക്കാൻ അവർ സഹായിക്കുമല്ലേ? ഒരിക്കലുമില്ല. അവർ നിങ്ങളെ കൊല്ലാതെ വെറുതെ വിട്ടാലും എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരത്തെ അവർ എക്സ്പെരിമെന്റ് ചെയ്യും. പിന്നെ ഈ ജന്മത്തിൽ നിങ്ങളെ കൊണ്ട് ഡിഫൻസ് ഫോഴ്സ് ഓഫീസറായി മാറാൻ പറ്റില്ല എന്ന് ഷിനോമിയ പറയുന്നു. ഇനി അതൊക്കെ പോട്ടെ, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കൈജുവിനെ അവർ പിടിച്ച അതിനെ കൊന്ന് അതിന്റെ ശരീരത്തിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടാക്കും. ഇത് കേട്ട് കാഫ്ക ടെൻഷനായിട്ട്, ദയവ് ചെയ്ത് നീ മാത്രം എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കരുത്. എന്നെ ഈ പ്രായത്തിൽ ദയവ് ചെയ്ത് ഒരു പരീക്ഷണ എലിയാക്കി മാറ്റരുത്. ശരി, എന്റെ മേത്തുനിന്ന് കൈയെടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഷിനോമി അവന്റെ മോദക്കിട്ട് കൊടുക്കുന്നു. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, കാരണം നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. പക്ഷെ ഒരു കാര്യം, നിങ്ങളും നിങ്ങളുടെ ഈ കൈജുവും കാരണം ഇവിടെയുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും, പിന്നെ നിങ്ങളുടെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. ഇത് കേട്ട് റീനോ ഞെട്ടുന്നു. ഓക്കെ, അതിന് ഞാൻ സമ്മതിക്കുന്നു എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് കാഫ്ക. പിന്നീട് നമ്മൾ കാണുന്നത് അവരെല്ലാവരും ഫയർ ട്രെയിനിങ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ റീനോയുടെ കോമ്പാക്ട് പവർ എന്ന് പറയുന്നത് 18%. ഓ, കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഇവന്റെ പവേഴ്സ് എല്ലാം കൂടിയല്ലോ എന്ന് അവനെ നോക്കി ചിന്തിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. ഹേ റെനോ, നിന്റെ സ്കോർ ഞാൻ മറികടക്കും എന്ന് പറയാണ് ഫുറുഹാഷി. സോ പറഞ്ഞതുപോലെ തന്നെ 20% അവന്റെ കോമ്പാക്ട് പവർ ഉയർന്നിരിക്കുന്നു. നോക്കടാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് റീനോനെ അവൻ വെല്ലുവിളിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കിഗ്രോ ഷിനോമിയുടെ കോമ്പാക്ട് പവർ ആണ് 55%. ഹേ പിള്ളേരെ, ഇത് നോക്കടാ, എന്റെ പവർ എന്താണെന്ന് നിങ്ങളെല്ലാവരും കാണുക എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുവാണ് ഷിനോമിയ. എന്ന് ഇതൊക്കെ കണ്ട് ഷിനോമിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന് നിൽക്കുവാണ് ഹാറൂച്ചി. ഡേയ്, നീ മാത്രമാണ് ഇപ്പൊ പുറകിൽ നിൽക്കുന്നത്. എന്റെ ഫിസിക്കൽ പവർ എന്താണെന്ന് നീ ഒന്ന് നോക്ക് എന്ന് അവരെ നോക്കി പറയാണ് ആവോ. നോക്കുന്ന സമയത്ത് കാഗുറാക്കി അവനേക്കാൾ പവർഫുൾ ആണ്. ഓ, അപ്പൊ അവളെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ ചലഞ്ച് ചെയ്യണോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ നിന്നെക്കാൾ പവർഫുൾ ആവും, നോക്കിക്കോ. സോ ഓരോരുത്തരും മറ്റുള്ളവരെ വെല്ലുവിളിച്ച് സ്ട്രോങ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പയ്യനെ നമ്മൾ കാണുന്നത്. മറ്റുള്ളവർ 1-2 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കുന്ന ട്രെയിനിങ് 6 മിനിറ്റ് എടുത്ത് കോമ്പാറ്റ് പവർ 1% കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ കാഫ്ക. സോ 0-ൽ നിന്നും 1% ആയതിന്റെ സന്തോഷത്തിൽ അവരവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നതൊക്കെ കണ്ട് വൈസ് ക്യാപ്റ്റൻ, ഹേയ് കാഫ്ക, നീ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ നിന്നെ ഞാൻ പുറത്താക്കും. ഇത് കേട്ട് കാഫ്ക അവനെ തന്നെ നോക്കുന്നു. ശരി, എല്ലാവരും ഒരു 10 റൗണ്ട് ഓടിയിട്ട് വാ. ഞാൻ ഇവിടെ എല്ലാവരെയും വാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, കാരണം എല്ലാവരും പരസ്പരം വെല്ലുവിളിച്ച് അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹോട്ട് വാട്ടറിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കാഫ്കേനെയും മറ്റുള്ളവരെയാണ്. കുളിച്ചുകൊണ്ടിരിക്കുന്ന ഫുറുഹാഷി, എന്റെ അത്രയും മസിൽ നിനക്കുണ്ടോ? ഇല്ലല്ലേ എന്നും പറഞ്ഞ് റീനോനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. എന്ന് ഇത് കേട്ട് കാഫ്ക, മസിൽസ് ഉണ്ടായാൽ മാത്രമേ നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉണ്ടാവൂ, സ്ട്രെങ്ത് ഉണ്ടായാൽ മാത്രമേ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ അവന്റെ മസിൽസ് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് ഫുറുഹാഷി ഷോക്കായിട്ട് നിൽക്കുന്നു. അപ്പോഴാണ് കാഫ്ക ശ്വാസം വിടുന്നത്. സോ ശ്വാസം പിടിച്ചു വെച്ച് അവന്റെ വയറെല്ലാം കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു കാഫ്ക. ഇതൊക്കെ കണ്ട് അവരവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയമാണ് കാഗുറാഗി അങ്ങോട്ട് വരുന്നത്. അവന്റെ ബോഡി കണ്ടിട്ട് ഇവരെല്ലാവരും വെള്ളത്തിൽ ചാടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മീനേനെയാണ്. ഇതേ സമയമാണ് ഷിനോമി അങ്ങോട്ട് വരുന്നത്. ക്ഷമിക്കണം മാഡം, ഞാൻ ശല്യപ്പെടുത്തിയോ? ഇല്ല, ഞാൻ എന്തായാലും ഇപ്പൊ ഇവിടെ നിന്നും പോവും, നിങ്ങൾ വന്ന കാര്യം നോക്കിക്കോ എന്ന് മീനയും പറയുന്നു. സോ മീനയുടെ മസിൽസും ബോഡി ഷേപ്പും ഒക്കെ കണ്ട് ഷിനോമി അവളെ തന്നെ നോക്കുന്നു. എന്തു പറ്റി, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? അതൊന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ബോഡി മസിൽസ് ഒക്കെ വളരെയധികം നന്നായിട്ടുണ്ടല്ലോ. ഓ അതാണോ? ശരി വാ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇത് കേട്ട് ഷിനോമിയ അതിശയത്തോടെ നോക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹോട്ട് സ്പ്രിംഗിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നതെന്ന് മറ്റുള്ളവർ ഓരോരുത്തരോട് ചോദിക്കുന്നു. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്നെ ഒരു കൈജു അറ്റാക്ക് ചെയ്യാൻ വന്നു. അതിൽ നിന്നും എന്നെ രക്ഷിച്ചത് ക്യാപ്റ്റൻ മീനയാണ്. അവരെ പോലെ ആവണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഡിഫൻസ് ഫോഴ്സിൽ ചേർന്ന് എന്ന് ഫുറുഹാഷി പറയുന്നു. ശരി, നിന്റെ കഥ എന്താ? ഞാൻ എന്റെ ഫാമിലി പറഞ്ഞതുകൊണ്ടാണ് ചേർന്നത്, പക്ഷേ ക്യാപ്റ്റൻ മീനയും അതിനൊരു കാരണമാണ്. സോ ഇത് തന്നെ എല്ലാവരും പറയുന്നു. ക്യാപ്റ്റൻ മീനയെ പോലെ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവരെല്ലാവരും ഡിഫൻസ് ഫോഴ്സിൽ ചേർന്നിട്ടുള്ളത്. ഹേ റീനോ, ഇവരെല്ലാവരും മീനയെ ഒരു റോൾ മോഡൽ ആയിട്ടാണ് കാണുന്നത്. അവൾ അത്രയ്ക്കൊക്കെ ഉണ്ടോ? ഹേ സീനിയർ, നിങ്ങൾ എന്തീ പറയുന്നേ? ഞങ്ങളുടെ ഈ ജനറേഷന് അവരാണ് റോൾ മോഡൽ. പിന്നീട് ഇവരെല്ലാവരും കാഫ്കനോട് നിങ്ങൾ എന്തിനാ ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സോ അവൻ ആ കാര്യം പറയുന്നു. എന്ത്, ക്യാപ്റ്റൻ മീന നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണോ? രണ്ടുപേരും ഡിഫൻസ് ഫോഴ്സിൽ ചേരുമെന്ന്
പ്രോമിസ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ കേട്ട് അവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ശരി, ഇത്രയൊക്കെ മതി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് കാഫ്ക അവിടെ നിന്ന് എഴുന്നേക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കാഫ്കയെ അവരവിടെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു. അവരെല്ലാവരും നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കുന്നു. ഒരുമിച്ച് ട്രെയിനിങ് ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അവർ ഒരുപാടധികം ക്ലോസ് ആവുന്നു. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാഫ്ക മാത്രം ഉറങ്ങാതെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹേയ്, നീ ഇനിയും ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ച് അങ്ങോട്ട് വൈസ് ക്യാപ്റ്റൻ വരുന്നു. നിനക്കെന്താ ഉറക്കമില്ലേ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് പിന്നെ ഡിഫൻസ് ഫോഴ്സിൽ നിന്നും പുറത്താവാതെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അറിയണ്ടേ, അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓ, ഇതെല്ലാം നീ ക്യാപ്റ്റൻ മീനയ്ക്ക് വേണ്ടിയിട്ടാണല്ലേ ചെയ്യുന്നത്? അതെങ്ങനെ നിങ്ങൾക്കറിയാം? നീയല്ലേ ഹോട്ട് സ്പ്രിംഗിൽ വെച്ച് എല്ലാവരോടും അത് പറഞ്ഞത്. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടെന്നുള്ള കാര്യം ഓർമ്മിച്ചു വെച്ചോ. ഇത് കേട്ട് കാഫ്ക ഞെട്ടിത്തരിച്ചു നിൽക്കുവാണ്. ശരി, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മീനയുടെ കൂടെ ചേർന്ന് ഞാനും ഫൈറ്റ് ചെയ്യും. ഓ, നീ പറയുന്നത് കേട്ടാ എന്റെ വൈസ് ക്യാപ്റ്റൻ പദവിയിലോട്ട് നീ വരണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണല്ലോ. ഏയ്, അങ്ങനെയില്ല, നിങ്ങളുടെ പൊസിഷനൊന്നും എനിക്ക് വേണ്ട. പക്ഷെ എന്നാലും വൈസ് ക്യാപ്റ്റൻ ആയാലേ മീനയുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഞാനായിരിക്കും. ഓ ശരി, നമുക്ക് നോക്കാം. ഇനി 2 മണിക്കൂർ കൂടിയേ നിനക്ക് സമയമുള്ളൂ. നിന്റെ ഒക്കെ കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് വന്നാ മതി എന്ന് പറഞ്ഞ് കീയും കൊടുത്ത് വൈസ് ക്യാപ്റ്റൻ അവിടെ നിന്നും പോവാൻ ശ്രമിക്കുന്നു. പിന്നൊരു കാര്യം, എന്റെ സ്ഥാനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതുപോലെ ഇനി നീ അധികം ആരുമായിട്ട് ഇടപഴകാൻ പാടില്ല. മറ്റുള്ളവരുമായിട്ട് കൂടുതൽ അറ്റാച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്തെങ്കിലും പറ്റിയാ അത് നിന്നെ കൊണ്ട് താങ്ങാൻ സാധിക്കില്ല. പെട്ടെന്നാണ് അവിടെ മൊത്തം അലാറം അടിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും എഴുന്നേക്കുന്നു. ഇത് ട്രെയിനിങ്ങിനുള്ള അലാറം അല്ലല്ലോ, വേട്ടയ്ക്കുള്ള സമയമായി. ഓ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിനക്കുള്ള പണി വന്നല്ലോ, നിന്റെ ഫസ്റ്റ് മിഷൻ. നീ തയ്യാറാണോ കാഫ്ക ആ ഡെവിൾസിനെ ഇല്ലാതാക്കാൻ എന്ന് ചോദിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ആക്ച്വലി എനിക്ക് പേഴ്സണലി ഈ സീരീസ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷെ ഇനി അങ്ങോട്ട് വേറെ ലെവലാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 1.5 സംഭവമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.